ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ്നസ്സിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ആദ്യം അല്പം അമ്പരപ്പും നോവും ഉണ്ടാക്കിയതും എന്നാൽ പിന്നീട് വലിയ സമാധാനം ഉണ്ടാക്കിയതുമായ ഒരു വാർത്ത യൂട്യൂബ് ചാനലിലൂടെ കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ സംരക്ഷണം കൊടുക്കേണ്ട പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു സുവിശേഷകനെ മാസ്ക് ഊരിമാറ്റാൻ ആവശ്യപ്പെടുകയും മാസ്ക് ഊരിയപ്പോൾ അവരുടെ ആ സുവിശേഷകന്റെ മുഖത്ത് അവർ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ സുവിശേഷകൻ മറ്റേ കർണം കൂടി കാണിക്കുന്ന ഒരു രീതിയിൽ അതവിടെ മനസ്സിലാക്കുകയും ചെയ്തു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സുവിശേഷകനെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ആദ്യം എനിക്ക് കുറച്ച് പ്രയാസവും വേദനയൊക്കെ ഉണ്ടായി. കർത്താവെ, എനിക്കൊരു വചനം തരണം, എനിക്കിത് പറയണം എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ മുമ്പാകെ നിന്നു. കുറച്ച് രോഷത്തോടു കൂടി തന്നെ നിന്നു. അത് കണ്ടപ്പോൾ എനിക്ക് കരച്ചിലും സങ്കടവും എല്ലാം വന്നിരുന്നു. എന്നാൽ ദൈവം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കിക്കൊള്ളുവിൻ എന്നൊരു വചനം വന്നു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ നടത്തിയത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്കാണ്. അവിടെ സ്റ്റെഫാനസ് എന്ന് പറയുന്ന മനുഷ്യനെ സ്വജാതിക്കാരാൽ കല്ലെറിഞ്ഞ് അവൻ കൊല്ലപ്പെട്ടു, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ. അവനെ കൊല ചെയ്തത് ശൗൽ എന്ന് പറയുന്ന മഹാപുരോഹിതന്മാരുടെ ഒരു ഇപ്പോൾ ഈ ജ്യോതിഷ് ശർമ്മയെ പോലെ അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലെ ആ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമെല്ലാം കയ്യിൽ വാങ്ങി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വീടുകൾ തോറും കയറി ചെന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഈ മാർഗക്കാരായ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ പിടിച്ച് അവരെ തുറങ്കലിലടയ്ക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ട് ഇറങ്ങിത്തിരിച്ച മനുഷ്യനായിരുന്നു ശൗൽ. എന്നാൽ ശൗൽ യാത്ര പുറപ്പെട്ട് അവൻ കുതിരപ്പുറത്ത് ഇനിയും അനേക ഇടങ്ങളിൽ പോയി പള്ളികളിൽ ഈ മാർഗം പ്രസംഗിക്കുന്ന ആളുകളെ പിടിക്കുവാനായിട്ട് അവൻ ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ആരെ? സ്റ്റെഫാനോസിനെ കൊന്നത് ശൗലിന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റുമിന്നി. അവൻ നിലത്ത് വീണു. ഇത്രയേ ഉള്ളൂ. ഏത് ടീച്ചറാണെങ്കിലും ഏത് ശർമ്മയാണെങ്കിലും ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ കർത്താവിന്റെ ഒരു വെളിച്ചത്തിന് മുമ്പിൽ നിലം പരിചായിട്ട് മാറും. അവിടെ ശൗൽ നിലത്ത് വീണു. നിലത്ത് വീണിട്ട് ശൗൽ ആദ്യം ചോദിക്കുന്നത് അവൻ ജയ് ശ്രീറാം ഒന്നും അല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത് കർത്താവിന്റെ മാർഗക്കാരെ പിടിച്ചു കെട്ടുവാൻ പോയ ശൗൽ പറയുന്ന വാക്ക്, അവൻ ഒരു വെളിച്ചം അവന്റെ ചുറ്റുമിന്നി അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ രോഷം കൊള്ളണ്ട. ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കുന്ന ഓരോ മനുഷ്യനും നമ്മളെ അല്ല ഉപദ്രവിക്കുന്നത്, യേശുക്രിസ്തുവിനെയാണ് ഉപദ്രവിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നമ്മളെ ഓരോരുത്തരെയും തൊടുമ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പ്രയാണം അങ്ങ് നടക്കട്ടെ, ഇത് മുന്നോട്ടങ്ങോട്ട് പോകട്ടെ. കർത്താവ് കണ്ടിട്ടുണ്ട്, പിടിക്കും. കർത്താവ് പിടിച്ചിട്ട് കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ തക്കൊണ്ട് അവരെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. ശൗലിനോട് പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ ശൗൽ ചോദിക്കാണ്, കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും എന്ന് പറഞ്ഞു. നോക്കണം, ദൈവം തൻ്റെ വെളിച്ചം ഒരുവന്റെ മേൽ അടിക്കുമ്പോൾ അവൻ അറിയാതെ കർത്താവേ എന്ന് വിളിക്കും. അതുവരെ വിളിച്ച വിളിയൊക്കെ മാറും. അതിനുശേഷം അവൻ പറയും, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് പോലെ നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് അവൻ കർത്താവിനോട് പറയും.
കർത്താവ് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തേക്ക് പോവോ. 2-3 ദിവസം കണ്ണൊന്നും കാണാണ്ട് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പുള്ളി വളരെ വിഷമിച്ചിരുന്നു. ഒടുവിൽ അനന്യാസ് എന്ന് പറയുന്ന ഒരു ദേവദാസനെ അവിടെ അയച്ച് അവനെ സുഖപ്പെടുത്തുന്നതും അവനെ സൗഖ്യമാക്കുന്നതും ഒടുവിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കരങ്ങളിലെടുത്ത് ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു ദൈവമകനോ ദൈവമകളോ ഒരു സുവിശേഷകനോ ഒരു പാസ്റ്ററോ ഒരു ഏതെങ്കിലും കർത്താവിന്റെ വേലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനോ ആയിരിക്കാം. നമുക്ക് ഈ സമയത്ത് വളരെ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടപ്പോൾ സഹോദരന്മാർ മിണ്ടാതിരുന്നോ? അവർ 4 ദിവസത്തേക്കും ചെതറി. ഫിലിപ്പോസൊക്കെ വേറെ സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്ന പോലെ നാം ഇതുകൊണ്ട് അടങ്ങുന്നവരല്ല. നാം ഇതുകൊണ്ട് കൂടുതൽ ബ്ലെസ്സിങ് ആയിത്തീരുന്നവരാണ്. നാം കൂടുതൽ പ്രവർത്തിക്കുന്നവരായിത്തീരുകയാണ്. നമ്മുടെ ഉള്ളിൽ എരിവും പരിശുദ്ധാത്മാവ് തരികയാണ്. നാം ഭയപ്പെടുന്ന ആളുകളല്ല, നാം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. നമ്മുടെ ശത്രുക്കൾ കർത്താവേ എന്ന് വിളിക്കുന്ന സമയം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കാണുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. എനിക്ക് ഈ വാർത്ത, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒരു 2-3 മിനിറ്റ് ഞാൻ കരഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടം തോന്നി. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവിനെ ഉണർത്തി. ശൗലിനെ വിളിച്ച, ശൗലിനെ പിടിച്ച കർത്താവ് അവരെ പിടിക്കും, അവരെ സന്ദർശിക്കും. എനിക്ക് ആ സുവിശേഷകനെ കുറിച്ച് വലിയ അഭിമാനം തോന്നുന്നു. കാരണം പോലീസിന്റെ മുൻപാകെ നിന്നുകൊണ്ട് യാതൊരു ഭയവും കൂസലുമില്ലാതെ ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളുടെ കരുത്തും അവളുടെ സംരക്ഷണവും ആ പിന്നിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും എല്ലാം ആവാഹിച്ചുകൊണ്ട് ആ സുവിശേഷകന്റെ മുഖത്ത് അടിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയം നിന്ന് കരഞ്ഞു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം അനുവദിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം സംഭവിക്കാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. അവരാരെയാണ് ഉപദ്രവിച്ചതെന്ന് ഇപ്പോൾ അവർക്കറിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനും സർവശക്തനുമായ ദൈവത്തിന്റെ ഒരു മകന്റെ മേലാണ് അവർ കൈവച്ചിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. വളരെ ഭയങ്കരമായ ഒരു നീച പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ വലിപ്പം അവർക്കറിയില്ല. പിന്നിൽ നിൽക്കുന്ന ആ ഒരു പൈശാചിക ശക്തികളുടെ ബലത്തിലാണ് അവരത് ചെയ്തത്. എന്നാൽ അവരുടെ ജീവിതം മാറി മറിയുവാൻ തക്കവണ്ണം ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണ്ടേ? ഈ ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി, ശശികല എന്ന് പറയുന്ന ടീച്ചർക്ക് വേണ്ടി, ദൈവമക്കൾക്കെതിരെ പോരാടുന്ന അന്യായമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് പോരാടണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നിർത്തുന്നു. ദൈവനാമം മഹിമപ്പെടുവാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേരളത്തിൽ ഒരളവിൽ സുരക്ഷിതരാണ് കർത്താവെ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കർത്താവെ, കർത്താവിന് വേല ചെയ്യുന്ന ദൈവദാസന്മാരും ദൈവദാസിമാരും എല്ലാം അനുഭവിക്കുന്ന കഷ്ടതകൾ വളരെയേറെയാണ് കർത്താവെ. അവരെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആഴമേറിയൊരു മാനസാന്തരത്തിലേക്ക് അവർ നടത്തപ്പെടുകയും പിശാചിന്റെ പിടിയിൽ നിന്ന് അവർ വിടിയിക്കപ്പെട്ട് യേശുവിന്റെ രാജ്യത്തിലേക്ക് അവർ വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. വചനകെട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ആവശ്യങ്ങളെ അങ്ങ് സന്ദർശിക്കണമേ. അവരുടെ മേലങ്ങ് കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.